എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. വരാഹി ദേവിക്ക് മുൻപിൽ നമ്മൾ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന എല്ലാ നാമങ്ങളും ദേവി കൈക്കൊണ്ട് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്നു. വരാഹി ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളുമൊക്കെ നിത്യവും ജപിക്കുന്നവർക്ക് ദേവിയുടെ വജ്രപഞ്ചര രക്ഷ എന്നും കൂടെ തന്നെ ഉണ്ടാവും. ഈ പ്രപഞ്ചത്തിലെ കലികാലത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കുടികൊണ്ട ദിവ്യമൂർത്തി ചൈതന്യമാണ് വരാഹി ദേവി. അമ്മയെ നിത്യവും ഭജിക്കുന്നവർക്ക് ദേവി അഷ്ടദാരിദ്ര്യ ദുഃഖമകറ്റി സർവ്വവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്നു. അമ്മയെ ഭജിക്കുവാൻ നമുക്ക് വേണ്ടത് കളങ്കമില്ലാത്ത ഹൃദയശുദ്ധിയോടെയുള്ള ഭക്തി മാത്രമാണ്. ദേവിയുടെ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് എല്ലാ നെഗറ്റീവ് ചിന്തകളും ദുഷ്ടശക്തികളും അകന്നു പോകുന്നു. വരാഹരൂപം പൂണ്ട മഹാകാളിയായും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യമായും ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവസൈന്യാധിപയായും ദേവി അറിയപ്പെടുന്നു. വരാഹി ദേവി എന്ന പരമ്പൊരുൾ എത്രത്തോളമാണ് എന്ന് നിഷ്ഠയോടെ ഭജിക്കുന്ന ഓരോ ഭക്തർക്കും അറിയാം. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മുടെ ദുഃഖദുരിതങ്ങൾ പറയാതെ അമ്മയുടെ നാമത്തോടും മന്ത്രത്തോടും നമ്മുടെ പ്രാർത്ഥന തുടരുക. പിന്നീട് നമ്മളിലെ തീരാ ദുഃഖങ്ങളും വേദനകളും ദേവിയുടെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുക. നമ്മുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായി ദേവിയിൽ സമർപ്പിക്കുക. എല്ലാ തീക്ഷ്ണതകളോടും പോരാടുവാനുള്ള കഴിവ് ദേവി നമ്മളിൽ നൽകും. ദേവിയുടെ കയ്യിലെ കലപ്പ കൊണ്ട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉഴുതുമറിച്ച് ജ്ഞാനത്തിൻ്റെ വിത്തുകൾ പാകി നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാക്കുന്നു. നമ്മുടെ മനസ്സിൽ വരാഹി ദേവിയെ കുടിയിരുത്തുക. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന വരാഹി ദേവിയെ വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. മറ്റുള്ളവരോട് അധർമ്മം കാണിക്കാതെ സത്പ്രവർത്തികൾ ചെയ്ത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുക. ദേവി എല്ലാവരിലും അനുഗ്രഹം ചൊരിയുന്നു. ദേവിയുടെ അനുഗ്രഹത്തിനായി നമുക്ക് നിത്യപ്രാർത്ഥനയിലൂടെ ദേവിയോട് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളുമൊക്കെ ദേവിയുടെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കാം. ബ്രഹ്മമുഹൂർത്തത്തിലോ ത്രിസന്ധി കഴിഞ്ഞോ ദേവിക്ക് മുൻപിൽ നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാവുന്നതാണ്. നിത്യപ്രാർത്ഥനയ്ക്കായുള്ള ഇന്നത്തെ നാമം ഓം വരരൂപിണീ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥമിതാണ്: അനുഗ്രഹീതമായ രൂപമുള്ളവൾക്ക് നമസ്കാരം. ദേവി തൻ്റെ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങൾ നൽകുകയും എല്ലാ സമയത്തും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഓം ക്രോധാനനായൈ നമഃ. ഈ നാമത്തിൻ്റെ അർത്ഥമിതാണ്: അത്യധികം ഉഗ്രവും പ്രക്ഷുബ്ധവുമായ ഭാവമുള്ളവൾക്ക് നമസ്കാരം. ദേവി ആന്തരികവും ബാഹ്യവുമായ എല്ലാ ശത്രുക്കളെയും കീറിമുറിക്കുകയും തൻ്റെ ഭക്തരെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദേവി ഒരു ഉഗ്രദേവതയാകുന്നു എന്നതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദേവിയുടെ ഓരോ നാമത്തിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥന തുടരാം. ഓം വരരൂപിണീ നമഃ. ഓം ക്രോധാനനായൈ നമഃ. ഓം വരരൂപിണീ നമഃ. ഓം ക്രോധാനനായൈ നമഃ. ഓം വരരൂപിണീ നമഃ. ഓം ക്രോധാനനായൈ നമഃ. ഓം
वररूपिण्ये नमः। ॐ क्रोधाननायै नमः। ॐ 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 वररूपिण्ये नमः। ॐ
ക്രോധാനനായൈ നമഃ. ഓം വരരൂപിണ്യേ നമഃ. ഓം 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 ക്രോധാനനായൈ നമഃ.